ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം. പെൻഷൻ വിതരണത്തിനും മറ്റ് സർക്കാർ ചിലവുകൾക്കുമായി 2000 കോടി രൂപ കൂടി കടമെടുക്കുവാൻ സർക്കാർ നടപടിയെടുത്തിരിക്കുകയാണ്. ഏപ്രിൽ മാസം അവസാന ദിനമായ 30-ാം തീയതി ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുക. കഴിഞ്ഞ ചൊവ്വാഴ്ച 1000 കോടി രൂപ കടമെടുത്തിരുന്നു. ഇന്നത്തെ 2000 കോടിയുടെ കടമെടുപ്പോടെ 2024 ഏപ്രിൽ മുതലുള്ള പുതിയ സാമ്പത്തിക വർഷത്തെ കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ച 3000 കോടി രൂപ പൂർണ്ണമായും എടുത്തു തീരുകയാണ്. 2000 കോടി രൂപ കൂടി സർക്കാരിന് ഇന്ന് ലഭിക്കുന്നതോടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള ധനവകുപ്പ് ഉത്തരവ് ഇറങ്ങിയേക്കും. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനുണ്ട്. 2023 നവംബർ മാസം വരെയുള്ള പെൻഷൻ തുകയാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇനി ഡിസംബർ മാസം മുതൽ ഈ ഏപ്രിൽ മാസം വരെയുള്ള 5 മാസത്തെ പെൻഷൻ തുകയായി 8000 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുവാനുള്ളത്. ഇതിൽ 2 മാസത്തെയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് സൂചനകൾ വരുന്നത്. നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് പോലെ 3 മാസത്തെ ക്ഷേമ പെൻഷൻ ഇലക്ഷന് മുമ്പായി വിതരണം ചെയ്തിരുന്നു. ആദ്യം 1 മാസത്തെ പെൻഷനായ 1600 രൂപ മാർച്ച് മാസത്തിലും 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ ഈ വിഷുക്കാലത്തുമാണ് വിതരണം ചെയ്തത്. അതുപോലെ നേരത്തെ ബജറ്റ് അവതരണ സമയത്ത് ഈ ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ ആ മാസം അവസാനം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു. അതിനാൽ ഇനി വിതരണം ചെയ്യുവാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷനാണോ അതോ കുടിശ്ശികയായ ഡിസംബർ മാസം മുതലുള്ള പെൻഷനാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയുവാൻ കഴിയും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുവാൻ 2000 കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിലൂടെ സർക്കാർ വാങ്ങുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. 9.1% ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഈ വായ്പ എടുക്കുന്നത്. മെയ് മാസം പകുതിയോടെ നടപടികൾ പൂർത്തിയായി ഈ തുക പെൻഷൻ വിതരണ കമ്പനിക്ക് വായ്പയായി ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനു മുമ്പേ മെയ് ആദ്യവാരം ഏപ്രിൽ മാസ പെൻഷൻ വിതരണം നടന്നേക്കും. തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളെ അറിയിക്കുന്നതാണ്.